അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ സെഷനിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അൽ ഇജാബയിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പീസ് റേഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യ പണ്ഡിതനും ഉസ്താദും കൂടിയായിട്ടുള്ള ഹംസ ജമാലിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഫീഡ്ബാക്ക് വഴി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. അതിൽ ഒന്നാമത് വന്നിട്ടുള്ള ചോദ്യം: ഞാൻ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഉമ്മ മരിച്ചപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലേണ്ടത് പിഴച്ച് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും മൂന്നാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയ്ക്ക് പകരം സ്വലാത്തും ചൊല്ലിയതിന് ശേഷമാണ് പിഴച്ചല്ലോ എന്നത് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് എൻ്റെ നമസ്കാരം സ്വീകരിക്കില്ലേ? മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഗുണം കിട്ടില്ലേ? ഇത് ആലോചിച്ച് എനിക്കൊരു സമാധാനവുമില്ല. ഇതിനൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മയ്യത്ത് നമസ്കാരം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുകയും രണ്ടാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക, മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അതിലുള്ള തർത്തീബായിട്ട് ചെയ്യേണ്ടത്. ഒരാൾ അറിയാതെ വന്നുപോയി എന്നുള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യുന്നില്ല ഒന്നും ബാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കും എന്ന് നമുക്ക് ആശിക്കാം. മാത്രമല്ല, അറിയാതെ വന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണില്ല, തെറ്റുകൾക്ക് നമുക്ക് പ്രശ്നമാക്കേണ്ടതില്ല എന്നതാണ്. തർത്തീബ് ക്രമപ്രകാരം പറഞ്ഞ പോലെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിച്ചിട്ടുള്ളത്: അസർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ടോ? വഴിവിളക്കിൻ്റെ പോസ്റ്ററിൽ കാണാനിടയായി എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരങ്ങൾ ഹദീസുകളിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടങ്ങാതെ എപ്പോഴും പതിവാക്കിയിരുന്ന നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. അതിൽ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മൻ സാബറ അലാ സിൻതൈ അശറ റക്അ മിനസ്സുന്നത്തി ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. ഒരാൾ 12 റക്അത്ത് പതിവായി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, പതിവായി നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് നമസ്കാരമായിട്ട്, അവനക്ക് അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കും എന്നാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ളുഹ്റിന് മുമ്പ് 4 റക്അത്ത്, ളുഹ്റിന് ശേഷം 2 റക്അത്ത്, അതേപോലെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാൻ്റെ ശേഷം 2 റക്അത്ത്, സുബഹിന് മുമ്പ് 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്താണ് പറഞ്ഞത്. ചില റിപ്പോർട്ടിൽ 10 റക്അത്ത് എന്നുണ്ട്. അത് ളുഹ്റിന് മുമ്പ് 2 റക്അത്തായിട്ട്, മറ്റതൊക്കെ ളുഹ്റിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഫജറിന് മുമ്പ് 2, ഇങ്ങനെ 10 റക്അത്ത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതാണ് റവാത്തിബ് മുഅക്കദായ സുന്നത്തുകൾ എന്ന് പറയാറുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: റഹിമല്ലാഹു ഇംറഅൻ സല്ല ഖബ്ലൽ അസ്രി അർബഅൻ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നിസ്കാരത്തിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് വേറെയും ഹദീസുകളുണ്ട്. ഇത് റവാത്തിബ് സുന്നത്തായിട്ടല്ല, അതായത് മുഅക്കദായ സുന്നത്തായിട്ടല്ല കണക്കാക്കപ്പെടുന്നതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു. അപ്പോൾ അതേപോലെ ളുഹ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു, ളുഹ്റിന് ശേഷവും 4 റക്അത്ത് നിസ്കരിച്ചായിട്ട് ഹദീസുണ്ട്. അപ്പോൾ അതൊക്കെ ഹദീസിന് വന്നിട്ടുള്ളത് തന്നെയാണ്. അതേപോലെ പൊതുവെ ഉള്ള ഒരു ഹദീസാണ് ബൈന കുല്യ അദാനൈനി സ്വല. എല്ലാ ഓരോ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിൽ അസറിന് മുമ്പുണ്ട്, ബാങ്കിന് ശേഷം, മഗ്രിബിന് മുമ്പുണ്ട്, ബാങ്കിന് ശേഷം എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബാങ്ക് വിളിക്ക് ശേഷവും സുന്നത്തുണ്ട് എന്നുള്ളത് പൊതുവായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ അസറിന് മുമ്പും സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാവിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
മറ്റൊരു ചോദ്യം ശ്രോതാവായി ചോദിച്ചിട്ടുള്ളത്, എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ആദർശം എന്നതാണ് ശ്രോതാവ് സംശയമായി ചോദിച്ചിട്ടുള്ളത്. അഹ്ല് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവർ എന്നാണ് അർത്ഥം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, നബി കാണിച്ചു തന്ന മാർഗമാണ് സുന്നത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും പ്രവർത്തിച്ചതും പ്രവാചകൻ നമുക്ക് അംഗീകാരമായിട്ട് സഹാബാക്കൾ പ്രവാചകന് മുന്നിൽ ചെയ്ത് കാണിച്ചു തന്നത്, ഇതൊക്കെ സുന്നത്താണ്. ഇസ്ലാമിലെ നിയമങ്ങൾ മൊത്തത്തിൽ ഒരു സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പോൾ സുന്നത്ത് അതാണ് അഹ്ലു സുന്ന. അപ്പോൾ സുന്നത്തിൻ്റെ ആളുകൾ എന്നാണ്. വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യത്തിനാണ് ജമാഅത്ത്. ഇപ്പം നമ്മൾ ജമാഅത്ത് നമസ്കാരം എന്ന് പറയലോ, സംഘടിതമായിട്ട് നിസ്കരിക്കുന്നതിന് ജമാഅത്ത്. അതുപോലെ ജുമുഅ എന്ന് പറയുന്നത് അതിന് പെട്ടതാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീന്, അത് സഹാബാക്കൾ ഏത് രീതിയിൽ മനസ്സിലാക്കിയോ, ഏത് രീതിയിലാണോ അവർ ചെയ്തത്, അത് അതേപോലെ നമ്മൾ അതിൽ ഏറ്റക്കുറവുകളില്ലാതെ സ്വീകരിച്ച് പോരുന്ന രീതിക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. വിശ്വാസ കാര്യങ്ങളിൽ, അതേപോലെ ഇബാദത്തിൻ്റെ കാര്യങ്ങളിൽ, ഇതിലൊക്കെ ഇടപാടുകളിലൊക്കെ സാധാരണ ഈ സഹാബാക്കൾ ഇവരൊക്കെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ദീനിനെ, ആ രീതിയിൽ സ്വീകരിച്ചു പോരുന്ന രീതിക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. ഇതിനെ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ വളരെ വിശദമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആരാണെന്ന് പറഞ്ഞാൽ അൽ മുത്തമസ്സിഖൂന ബി കിതാബില്ലാഹി വസുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ കാന അലൈഹി അസ്സദറുൽ അവ്വലു മിനസ് സഹാബത്തി വത്താബിഈന വഅയിമ്മത്തുൽ മുസ്ലിമീന ഫി ഖദീമി ദഹരി വഹദീസിഹി എന്നാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിനെ വിശദീകരിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചകചര്യ, അത് ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച സലഫുകൾ, സഹാബികളും താബിയങ്ങളും മുസ്ലിങ്ങളുടെ ഇമാമുകൾ, ഇവരൊക്കെ ഏത് രീതിയിലാണോ അത് അന്നത്തെ ആയാലും പുതുതായുള്ള കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായാലും മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ചെയ്തു വന്ന കാര്യത്തിനാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ചുരുക്കി നമുക്ക് ഇത്രയേ വിവരിക്കാൻ കഴിയുള്ളൂ. വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിച്ചിട്ടുള്ളത്, ദേഹേച്ഛകൾ പിൻപറ്റുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതും സാധാരണ ഉറങ്ങാത്ത സമയത്ത് ഉറക്കം വരുമ്പോൾ ഉറങ്ങുന്നതും ദേഹേച്ഛകളിൽ പെട്ടതാണോ എന്നുള്ളതാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിച്ച്, അവൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കേണ്ടവനാണ് വിശ്വാസി. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഹേച്ഛയെക്കുറിച്ച് പറഞ്ഞത് സലാസുൻ മുഹ്ലിക്കാത്തുൻ, 3 കാര്യങ്ങൾ നാശകരമാണ്, നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ട ഒന്നാണ് വഹവൻ മുത്തബ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. നമുക്ക് തോന്നിയതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദേഹേച്ഛ എന്ന് പറയാം. ഇവിടെ ഈ ലോകത്ത് മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹേച്ഛയാണ്. അവരിച്ഛക്കനുസരിച്ച് ചെയ്യുകയാണ്, ഒരു പ്രമാണമില്ലാതെ. ബിദഅത്ത് ചെയ്യുന്നവർ അത് ചെയ്യുന്നതും ദേഹേച്ഛയാണ്. ഹറാമുകൾ ചെയ്യുന്ന, കുറ്റങ്ങൾ ചെയ്യുന്നവരും അവൻ്റെ ദേഹത്തിന് പിൻപറ്റിക്കൊണ്ട് ഇച്ഛിക്കുന്നതനുസരിച്ച് ചെയ്യുന്നവനാണ്. അപ്പം അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യമാണ് ഈ ദേഹേച്ഛ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു, ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ ദേഹേച്ഛയെ പിന്തുടരരുത് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അതിനെ നമ്മളെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഹലാലായ ഒരു കാര്യം, ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഹലാലാണ്, വെള്ളം കുടിക്കുക എന്നുള്ള നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഒരാൾ അമിതമാകുന്നതാണ് അതിലെന്ത് ചെയ്യുന്നത്, തെറ്റായി വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ദുർബയം നടത്തുക, അമിതമായിട്ട് കഴിക്കുക, അത് നിഷിദ്ധാവും, ഹറാമാവും. അത് ഖുർആൻ വിലക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദേഹേച്ഛ എന്ന് പറയുമ്പോൾ കിട്ടുന്നതൊക്കെ തിന്നുക, കിട്ടുമ്പോഴൊക്കെ കുടിക്കുക എന്നുള്ള ഒരർത്ഥത്തിലല്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഹറാമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിര് കവിയും അതുപോലെ തന്നെ അതിൽ ദൂർത്തടിക്കുകയോ ചെയ്യുമ്പോൾ അതാണ് ഹറാമായിട്ട് വരുന്നത്. അതൊക്കെ ഈ വിലക്കപ്പെട്ട ഈ ദേഹേച്ഛയിൽ ഈ പെടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാവിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി നിലവിലുള്ള പള്ളി മറ്റൊരാളുടെ സ്ഥലത്തേക്ക് മാറ്റി അവിടെ ജുമാക്കും മറ്റ് ഫർള് നമസ്കാരങ്ങളും നിർവഹിച്ചാൽ പള്ളിയിൽ നമസ്കരിച്ച പ്രതിഫലം കിട്ടുമോ എന്നുള്ളതാണ്. പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണല്ലോ പള്ളിയിലെ നമസ്കാരം ഇതൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. ആ മാറ്റപ്പെട്ട സ്ഥലം പള്ളിയുടേതായിട്ട് നമ്മൾ പരിഗണിക്കൂല. കാരണം പള്ളിയിൽ കയറിയ തഹിയ്യത്ത് നിസ്കരിക്കണം, അവിടെ ഇത്തിക്കാഫിരിക്കുക, അതൊന്നും ഈ പകരമായിട്ടുള്ള പള്ളിയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. എന്നാൽ അവിടെ നിർവഹിക്കപ്പെടുന്ന ജുമാക്കും നമസ്കാരത്തിനും പള്ളിയിൽ നിർവഹിച്ച കൂലി കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിലെ പല കാര്യങ്ങളും ഇളവ് നൽകപ്പെട്ട കാര്യങ്ങൾ, ഉദാഹരണം യാത്രക്കാരന് 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ ആ ചുരുക്കി നമസ്കരിക്കുന്നതിൽ അവന് 4 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലത്തിലൊന്നും കുറയുന്നില്ല. കാരണം അവൻ യാത്രയിലല്ലെങ്കിൽ അവൻ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ യാത്ര എന്നുള്ള കാരണം ഉള്ളത് കൊണ്ടാണ് ആ ഇളവ് സ്വീകരിച്ചത്. അതുകൊണ്ട് അവൻ ആ പൂർണ്ണ കൂലി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ രോഗിയായ ഒരാൾ, അയാൾ ജമാഅത്തിന് കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ രോഗം കാരണം ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. എങ്കിൽ അയാൾ വീട്ടിൽ ആണോ അല്ലെങ്കിൽ ബെഡിൽ കിടക്കുകയാണോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിലും അയാളാ നിസ്കരിക്കുന്നതിന് അയാൾക്ക് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ച കൂലി തന്നെ കിട്ടുന്നുള്ളതാണ്. കാരണം അത് അയാളിൽ നിന്നുണ്ടാകുന്ന കാര്യമല്ല, അയാളിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് ഒരു കാരണം കൊണ്ട് അയാൾക്ക് നിർവഹിക്കാൻ പറ്റാതെയാകുകയാണ്. എന്നതുപോലെ പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ള വഖഫ് ചെയ്ത ആ കൂലി നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. കാരണം ഒരു കാരണമുള്ളത് കൊണ്ട് താൽക്കാലികമായി നമ്മൾ സ്ഥലം മാറ്റി പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണല്ലോ, അപ്പോൾ കൂലി കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ലഭിക്കും, അള്ളാഹു അത് നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ജമ്മു ഖസറുമായി നമസ്കരിക്കാൻ ഉദ്ദേശിച്ച യാത്രക്കാരൻ പള്ളിയിലെത്തിയപ്പോൾ ലുഹർ ജമാഅത്തിൻ്റെ സമയമാണ്. അപ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ ലുഹർ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുകയും ബാക്കിയുള്ള 2 റക്അത്തിൽ അസർ 2 റക്അത്ത് നമസ്കരിക്കാനും പറ്റുമോ എന്നുള്ളതാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ ചോദിച്ചിട്ടുള്ളത്, പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഖസറായിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഖസർ ചെയ്ത് സലാം വീട്ടി പിന്നെ അതേ ഇമാമിനെ തുടർന്ന് തന്നെ മറ്റ് നിസ്കാരം അസറും കൂടി 2ആയി ചുരുക്കി നിസ്കരിക്കാൻ പറ്റുമെന്നാണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇമാമ് പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ ജുഇലൽ ഇമാമു ലി ഉത്തമ്മ ബിഹി എന്നാണ്. ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇമാം പൂർണ്ണമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനെ തുടരുന്ന ആളും പൂർണ്ണമായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അയാൾക്ക് അവിടെ ലുഹർ കസറാക്കാൻ പാടില്ല, അസറും കസറാക്കാൻ പാടില്ല. അവിടെ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ 2ആക്കി ചുരുക്കി നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ അയാൾ ലുഹർ പൂർണ്ണമായിട്ട് നിസ്കരിച്ച ശേഷം അയാൾക്ക് അസർ വേണമെങ്കിൽ ഒറ്റക്ക് ചുരുക്കി 2ആക്കി നിസ്കരിക്കുക, അതിന് വിരോധമല്ല. അങ്ങനെ ജമ്മ് ചെയ്യുന്നതിന് വിരോധമല്ല. പക്ഷേ ആ ഇമാമിനെ തന്നെ തുടർന്ന് പിന്നെ കസറാക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം ആദ്യത്തെ കസർ തന്നെ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് വഴി വന്നിട്ടുള്ളത്, ജുമാ ഖുതുബയുടെ സമയത്ത് സംസാരിച്ച ആൾക്ക് ജുമാ നഷ്ടപ്പെടുമെന്ന് കേൾക്കാനിടയായി. അത് ശരിയാണോ? സംസാരിക്കുന്നയാളോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ജുമാ നഷ്ടപ്പെടുമെന്നാണ് കേട്ടത്. ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ജുമാ ഖുതുബ എന്ന് പറയുന്നത് ജുമയുടെ ഏറ്റവും പ്രധാനമായ ഘടകമാണ്. അതായത് ഓരോ മഹല്ലിലെയും വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കലാണല്ലോ ഖുതുബ. അപ്പോൾ ആ ഖുതുബ കേൾക്കുക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ സംസാരിക്കുകയോ സംസാരിക്കുന്ന ഒരാളോട് മിണ്ടരുത് എന്ന് പോലും പറയാൻ പാടില്ല. ഇതാ കുൽത്തലി സാഹിബിക്ക അൻസിത്ത്, ഇതാ കുൽത്തലി സാഹിബിക്ക യോമുൽ ജുമാ അൻസിത്ത് വൽ ഇമാം യഖ്തുബ് ഫഖദ് ലഗൗത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെള്ളിയാഴ്ച ഇമാം ഖുതുബ പറയുമ്പോൾ നീ തൻ്റെ സുഹൃത്തിനോട് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞാൽ നീ ലഘ്വ് ചെയ്തു എന്ന്. ലഘ്വ് ചെയ്തു പറഞ്ഞാൽ ഒരു വീൺ പ്രവൃത്തി, അനാവശ്യ പ്രവൃത്തിയാണ് അത് ചെയ്തത്. അതിലൂടെ അവൻ്റെ ഖുതുബയുടെ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഖുതുബൻ്റെ സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ ഖുതുബയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം നഷ്ടപ്പെടുകയാണ്, ആ കൂലി തന്നെ ഇല്ലാതെയാകുകയാണ്. എന്നാൽ ജുമാ നമുക്കെന്ത് ചെയ്യും? വീടും. ജുമാൻ്റെ ഫർള് നമ്മൾ നിർവഹിച്ച പിന്നെ
കടമ നമുക്ക് വീടും എന്നല്ലാതെ ജുമയുടെ അല്ലെങ്കിൽ ഖുത്ബ കേട്ട കൂലി നമുക്ക് ലഭിക്കുകയില്ല എന്നാണ് അതിന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യം, അള്ളാഹുവിന് അൽ ജലീൽ എന്ന പേരുണ്ടോ, അതൊന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. അൽ ജലീൽ എന്ന് അള്ളാഹുവിന് പേരുണ്ടോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ അൽ ജലീൽ എന്നുള്ള പേര് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ആ ഹദീസിൻ്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ അത് ഹദീസ് സഹീഹ് അല്ല എന്നുള്ള അഭിപ്രായമാണ്. എന്നാൽ ജലാലത്ത് എന്ന് പറയുന്ന മഹത്വത്തിനുടമ എന്ന് പറയുന്ന അള്ളാഹുവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ ദുൽ ജലാലി വല്ലിക്റാം, ദുൽ ജലാൽ മഹത്വമേറിയവൻ എന്ന് ഖുർആൻ അള്ളാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട്. അതിൽ നിന്ന് വന്നതാവും ജലീൽ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിന് ജലീൽ എന്നുള്ള പേരുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. ഇല്ല എന്നുള്ളതാണ് ഹദീസ്. ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഹദീസുകളൊന്നും നമുക്ക് വ്യക്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് വഴി വന്നിട്ടുള്ളത്, നമ്മൾ ഉറങ്ങുകയും എഴുന്നേറ്റ ഉടനെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും ഉളു എടുത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ഷെയ്ത്വാൻ്റെ 3 കെട്ടുകൾ ഒഴിവാകുന്നതാണല്ലോ. പിന്നെയും നമ്മൾ ഉറങ്ങിപ്പോവുകയും ചെയ്താൽ പിന്നീട് ഉണരുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അതോ ആദ്യ തവണ നമ്മൾ ഉണരുമ്പോൾ ചെയ്തതിലൂടെ ഷെയ്ത്താൻ്റെ 3 കെട്ടുകളിൽ നിന്നും ആ ദിവസം മുഴുവൻ നമ്മൾ രക്ഷപ്പെടുമോ? ഒരു തവണ ചെയ്താൽ അത് മതിയാകുമോ? അത് ഉണരുമ്പോൾ എല്ലാം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. അത് ഹദീസിൽ വന്നിട്ടുള്ളത് രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ്. കാരണം ഹദീസിൻ്റെ പദങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവൻ്റെ 3 കെട്ടിടും പിശാച്ച് എന്നാണ്. അത് തന്നെ അവരെഴുന്നേറ്റ് പിന്നെ ഉറക്കുന്ന എഴുന്നേറ്റ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ 1 കെട്ടഴിയും, വുളു എടുത്താൽ 2ാമത്തെ കെട്ടഴിയും, നിസ്കരിച്ചാൽ 3ാമത്തെ കെട്ട് അഴിയുന്നതാണ്. പക്ഷേ ഹദീസിൽ പിന്നെ പിശാച്ച് പറയുന്ന എന്താണ്, അലൈക്ക ലൈലുൻ തവീൽ, നിനക്ക് രാത്രി ദീർഘമായ സമയമുണ്ട്, ഫർഖ് നീ ഉറങ്ങിക്കൊള്ളുക എന്നാണ് പിശാച്ച് പറയുന്നത് ആ കെട്ടിലൂടെ. അപ്പോൾ അത് രാത്രിയിലുള്ള ഉറക്കത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകലും അങ്ങനെ ഉറങ്ങിയാൽ ഇങ്ങനെ 3 കെട്ടിടും എന്ന് പറയുന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. രാത്രിയിൽ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ കെട്ടുകളുണ്ടാവും. എന്നാൽ പൊതുവെ നമ്മൾ ഉറങ്ങുമ്പോൾ ഉള്ളൊരു മര്യാദയാണല്ലോ ഒന്നു കൊടുത്ത് നേരെ ഉറങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ എല്ലാ സമയത്തും ഇങ്ങനെ നിസ്കരിക്കണം എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്നുള്ള ഹദീസ് തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് ദിക്റുകൾ നമ്മൾ ചൊല്ലുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, മക്ക ഹറമയിൽ ഇരിക്കുന്ന സമയത്ത് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് തവാഫ് ചെയ്തുകൊണ്ട് ചെല്ലാമോ എന്നുള്ളതാണ്. നമസ്കാര ശേഷമുള്ള ദിക്റുകൾ അത് മക്കയിലാകട്ടെ ഏത് സ്ഥലത്താകട്ടെ നമ്മൾ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റ് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് തന്നെ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ചെല്ലലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം ഹദീസിൽ വന്നത് മുഅഖിബാത്തുൻ എന്നാണ്. മുഅഖിബാത്തുൻ എന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് എന്നാണ്. നിസ്കാരം സലാം വീട്ടിയ ഉടനെ ചൊല്ലുന്ന ദിക്ർ ലാ യഖീബു ഖായിലുഹുന്ന, അതിനെ പറയുന്നവർ ഒരിക്കലും പരാജിതനാകൂല എന്നാണ് ഹദീസിൽ വന്നത്. അതേപോലെ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരാൾ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ എന്ന് തുടങ്ങുന്ന ഹദീസുകൾ വേറെയും കാണാൻ കഴിയും. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ ദിക്റുകൾ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സന്ദർഭത്തിൽ ദിക്റുകൾ ചൊല്ലി വീട്ടിൽ പോകുമ്പോഴോ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ ചൊല്ലുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. അതിന് ആ പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇനി തവാഫ് ചെയ്യുമ്പോൾ ഈ ദിക്റുകൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിലും അദ്കാറു സബാഹ ആകട്ടെ അല്ലെങ്കിൽ നിസ്കാര ശേഷമുള്ള ഈ ദിക്റുകൾ ഇനി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊല്ലുകയാണെങ്കിലും അതിനും വിരോധമൊന്നുമില്ല. അതിനും അവർക്ക് അതിൻ്റേതായ മഹത്വം പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് വഴി വന്നിട്ടുള്ളത്, ഒരാൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അന്ന് തന്നെ ഉച്ചയ്ക്ക് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അന്നേ ദിവസം നാട്ടിലെത്തുകയും ചെയ്തു. അടുത്ത ദിവസം നാട്ടിൽ പെരുന്നാളാണെങ്കിൽ അയാൾക്ക് നാട്ടിലെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാമോ എന്നുള്ളതാണ് ശ്രോതാവിൻ്റെ സംശയം. അതായത് നമ്മൾ
ഗൾഫിൽ ഒരാൾ പെരുന്നാൾ ആഘോഷിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു. നാട്ടിൽ വന്ന സന്ദർഭത്തിൽ പിറ്റേ ദിവസമാണ് പെരുന്നാളെങ്കിൽ ആ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുകയാണ് വേണ്ടത്. കാരണം ജനങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പെടുക്കുക, ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ എവിടെയാണോ ഉള്ളത് അവിടെ പെരുന്നാളിൻ്റെ ഇതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ കൂടെ പെരുന്നാൾ കൊള്ളേണ്ടത്. പെരുന്നാൾ നിസ്കാരം നമ്മൾ ഒരിക്കൽ നിസ്കരിച്ച ഒരാൾക്ക് പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. കാരണം മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇശാ നിസ്കരിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ പോകുമ്പോൾ അദ്ദേഹം ആ ഇശാ നിസ്കാരത്തിന് തന്നെ അവർക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തിട്ടില്ല. കാരണം അത് അവർക്ക് പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞത്. ആദ്യത്തെ ഫർദും രണ്ടാമത്തെ സുന്നത്തും ആവും. അപ്പോൾ പെരുന്നാൾ നിസ്കാരം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിക്കൽ നിസ്കരിച്ചു എന്നുകൊണ്ട് മറ്റൊരു സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. കാരണം പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരവും ആ പെരുന്നാൾ ഖുതുബയും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ പങ്കെടുത്ത് ആ കുടുംബങ്ങളുടെ കൂടെയൊക്കെ പങ്കെടുക്കുന്നതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കൽ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി നിർവഹിക്കാൻ പാടില്ല എന്ന് വരുന്നില്ല. അത് ഹദീസിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു സഹാബി വന്ന് ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇയാൾക്ക് കൂടെ നിന്ന് അയാൾ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് ഒരു ധർമ്മം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ നിർവഹിച്ച ആൾക്ക് വീണ്ടും നിർവഹിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ നിർവഹിക്കണം എന്ന് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മറ്റ് ആദ്യം നിസ്കരിച്ചത് കൊണ്ട് അയാളുടെ ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും, രണ്ടാമത് നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലവും ലഭിക്കും എന്നാണ് നമുക്കതെന്ന് വ്യക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാവിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് വഴി വന്നിട്ടുള്ളത്, പള്ളിയിൽ നിന്ന് ഇക്കാമത്ത് കേൾക്കാറുണ്ട്, അതുകൊണ്ട് അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും പ്രാർത്ഥനയും ചെല്ലേണ്ടത് സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. ബാങ്ക് ഇക്കാമത്ത് കേൾക്കുന്ന സമയത്ത് അത് രണ്ടിൻ്റെയും ശേഷം പ്രാർത്ഥന ചൊല്ലൽ സുന്നത്താണ്. കാരണം ഇക്കാമത്തും ബാങ്കിനെ പോലെ തന്നെയായിട്ടാണ് പണ്ഡിതന്മാരതിനെ എണ്ണീട്ടുള്ളത്. മാത്രമല്ല ഹദീസിലും അതിന് ഇക്കാമത്തിന് അദാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബൈന കുല്ലി അദാനീൻ എന്ന് ബുഖാരിയിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ ഇക്കാമത്ത് കേട്ട് കഴിഞ്ഞാലും ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും സലാത്തും പോലെ ഇക്കാമത്തിന് ശേഷവും അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലൽ സുന്നത്ത് തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാവിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഫീഡ്ബാക്കുമായി വന്ന മറ്റൊരു ചോദ്യം, ഒരാൾ സുബഹി നമസ്കാരം ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ച് ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് എന്ന് തുടങ്ങുന്ന തിർമിദി ഉദ്ദേശിച്ച ഹദീസിൽ അവനൊരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അവിടെ വെച്ച് രണ്ട് ഹറമിലും മേൽ പ്രസ്താവിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് ശ്രോതാവിൻ്റെ സംശയം. തീർച്ചയായിട്ടും കിട്ടും. കാരണം അതും അവന് ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹറമിലാകട്ടെ അവർ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് സൂര്യ ഉദിക്കുന്നവരെ ഇരുന്ന് ഇഷ്റാഖ് നിസ്കരിച്ചാൽ അവർക്ക് ആ പ്രതിഫലം ലഭിക്കും. അത് എവിടെ നിർവഹിച്ചാലും ലഭിക്കും. അവിടെ നമ്മൾ ഹജ്ജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ആ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. മക്കയിൽ വെച്ച് ചെയ്താലും അതിൻ്റെ പ്രതിഫലം ഇരട്ടി കൂടുതൽ കിട്ടും എന്നല്ലാതെ അതൊരിക്കലും നഷ്ടപ്പെടും എന്ന് ഇല്ല. അതാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാവിന് ഉത്തരം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, നഖം വെട്ടുവാൻ പ്രത്യേകം സമയവും ക്രമവും കാണിച്ചുകൊണ്ടൊരു പോസ്റ്റർ കാണാനിടയായി. തൊഹ്ഫ ആണ് അതിൽ പ്രമാണമായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ വലിയ യാഥാർത്ഥ്യവും ഉണ്ടോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നഖം വെട്ടുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നഖം എപ്പോൾ വളരുന്നുണ്ടോ അപ്പോൾ നമ്മൾ വെട്ടിക്കളയണമെന്നാണ്. അതിന് പ്രത്യേക ദിവസമോ സമയമോ നിശ്ചയിച്ചു തന്നിട്ടില്ല. ഏത് സമയത്തും എപ്പോഴും നമുക്ക് നഖം വളർന്നാൽ സൗകര്യപ്പെടുന്ന സമയത്ത് വെട്ടാവുന്നതാണ്. എന്നാൽ വെള്ളിയാഴ്ച പൊതുവെ നമ്മൾ ശുദ്ധിയാക്കേണ്ട ആളുകളാണ്. വൃത്തിയോടുകൂടി പള്ളിയിലേക്ക് ജുമാക്ക് പോകണം എന്ന് പറയുന്നതിനനുസരിച്ചും അതേപോലെ തന്നെ ചില ദുർബലമായ ഹദീസുകളും അതിൽ വന്നിട്ടുണ്ട്. പിന്നെ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വ്യാഴാഴ്ച നഖം വെട്ടുക, മീശ വെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സമയത്ത് വെട്ടുന്നതിന് പുണ്യമുണ്ടെന്നോ അല്ലെങ്കിൽ അന്നാണ് വെട്ടേണ്ടത് എന്നോ നമുക്ക് ശരിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇമാം സഹാവിയൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്നുണ്ട്, ലം യസ്ബുത്ത് ഫി കൈഫിയത്തിഹി വലാ ഫി തഈനി യൗമിൻ ലഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് എങ്ങനെ വെട്ടണമെന്നോ, ആദ്യം എന്നെ വരൽ പിന്നെ എന്നെ വരൽ എന്നൊക്കെ ഇമാം നവവിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഇന്ന ദിവസം എന്നോ കൃത്യമായിട്ട് ഹദീസിൽ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് സഹാബി പോലുള്ള ഇമാമുകൾ എന്ത് ചെയ്യുന്നു വിവരിക്കുന്നത്. അപ്പോൾ കൃത്യമായി നമുക്ക് എപ്പോഴാണോ നഖം വളരുന്നത് അപ്പോൾ വെട്ടാവുന്നതാണ്. ഒരാൾ വെള്ളിയാഴ്ച പോകുമ്പോൾ ജുമാക്ക് പോകുമ്പോൾ അല്ല വൃത്തിയിൽ പോകുക എന്നുള്ള നിലക്ക് വെട്ടുക എന്നല്ലാതെ അന്ന് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറയാൻ തെളിവുകളൊന്നുമില്ല. ഇമാമുകൾ അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. തഹ്ഫയിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതിന് തെളിവായിട്ട് അവർ പറയുന്നത് ഇതാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ചോദ്യം ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ കരീം, ഖുർആനിൽ മജീദ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഖുർആനുൽ കരീം ആദരണീയമായ ഗ്രന്ഥം, ഖുർആനും മജീദ് മഹത്വമേറിയ ഗ്രന്ഥം, ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ്റെ വിശേഷണങ്ങളാണ്. ഖുർആനിൽ രണ്ടും ഇന്നഹുല ഖുർആനും കരീം ഫി കിതാബിൻ മക്നൂൻ, അതേപോലെ തന്നെ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു വിശേഷണമായിട്ട് പറയപ്പെട്ടു എന്നുള്ള, അതിൽ പ്രത്യേകിച്ച് അതിലെ അർത്ഥത്തിൽ ഉള്ള അതിൻ്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് അതിന് ഖുർആൻ്റെ ഒരു നാമം എന്നുള്ള നിലക്കല്ല. വിശുദ്ധ ഖുർആനുൽ കരീം എന്ന് പറയുന്നത് ആദരണീയമായ ഗ്രന്ഥം എന്ന് ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖുർആനും മജീദ് എന്ന് പറഞ്ഞാൽ മഹത്വമേറിയ ഗ്രന്ഥം എന്ന രണ്ട് വിശേഷണങ്ങൾ മാത്രമാണ്. അല്ലാതെ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ചില ഖുർആനുകളിൽ ഖുർആൻ്റെ മുകളിൽ ഖുർആനും കരീം എന്ന് എഴുതിയിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഖുർആനും മജീദ് എന്ന് എഴുതുന്നത്. രണ്ടായാലും അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം രണ്ടും ഖുർആനിൻ്റെ വിശേഷണങ്ങളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു സംശയം ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, സൂറത്തുൽ അൻആം ദിവസം ഓതിയാൽ നാം വിചാരിച്ച കാര്യം സാധിക്കുമെന്ന് പറയുന്നു, അത് ശരിയാണോ എന്നുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വളരെ മഹത്വമേറിയ കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമാണ്. എന്നാൽ ഏത് സൂറത്ത് ഓതിയാലാണ് ഇത്ര മഹത്വമുള്ളത്, അല്ലെങ്കിൽ എന്ന സൂറത്തിന് പ്രത്യേകതയുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരണം. ഇപ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ആയത്തുൽ കുർസി. ഖുർആൻ അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, ഇതിനൊക്കെ മഹത്വങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. അതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ സൂറത്തുൽ അൻആം പാരായണം ചെയ്താൽ അവന് ദാരിദ്ര്യത്തിൻ്റെ മോചനം കിട്ടുമെന്നോ, അല്ലെങ്കിൽ അത് ഇന്ന സമയത്ത് പാരായണം ചെയ്യുന്നോ പ്രത്യേകതയുണ്ട് എന്നോ പറയുന്ന സഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. ദുർബലമായ ഹദീസുകളുണ്ട്, പക്ഷേ അത് ഹദീസ് പണ്ഡിതന്മാരതൊന്നും സ്വീകാര്യമായിട്ട് രേഖപ്പെടുത്തിയതായി അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അൻആം ഓതുന്നതിന് പ്രത്യേക മഹത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തും ഏത് ഓതിയാലും അതിന് കൂലിയുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഉറക്കെ ഖുർആൻ ഓതാത്ത ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാം ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ പിറകിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഉറക്കെ ഓതുമ്പോഴല്ലേ പാരായണം ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലത്തെ ഉത്തരത്തിൽ ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ ചെയ്യേണ്ടതാണ് പറ്റുകയുള്ളൂ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. മെല്ലെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫാത്തിഹ ഓതണം. ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതുകയാണ് വേണ്ടത്. അപ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ ഓതി ഇമാമിൻ്റെ സൂറത്ത് ഓതി കഴിഞ്ഞിട്ടില്ല എന്നിട്ട് വീണ്ടും മഅ്മൂമ് ഫാത്തിഹ ഓതി മഅ്മൂമ് സൂറത്തും ഓതിയിട്ട് വീണ്ടും സമയമുണ്ടെങ്കിലും വെറുതെ നിൽക്കുക എന്ന ഒരു പ്രവണത നിസ്കാരത്തിലില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുക, അടുത്ത സൂറത്ത് ഓതാം, അറിയുന്ന വേറെ സൂറത്തുകൾ ഓതാം. അപ്പോൾ വെറുതെ നിൽക്കാതെ ഈ മഅ്മൂമ് അവിടെ ചെയ്യേണ്ടത് അവൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ് വേണ്ടത്. ഫാത്തിഹ ഓതിയതിന് ശേഷം അവൻ സൂറത്തുകൾ ഓതുകയാണ് വേണ്ടത്. ഇമാമിൻ്റെ അവൻ കേൾക്കുന്നില്ല, കേൾക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ പാരായണം കേൾക്കുകയാണ് വേണ്ടത്, അവിടെ ഓതാൻ പാടില്ല, ഫാത്തിഹ മാത്രമേ ഓതാവൂ. എന്നാൽ ഇമാമ് ഉറക്ക ഓതാത്ത സൂറത്ത് നിസ്കാരങ്ങളാണെങ്കിൽ അവിടെ മഅ്മൂമ് അവനും മനസ്സിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തും ഓതേണ്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ജമാഅത്ത് നമസ്കാരത്തിൽ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ഇമാമിൻ്റെ നേരെ പുറകിലാണല്ലോ നിൽക്കേണ്ടത്. എന്നാൽ ഒന്നാം സഫിൻ്റെ രണ്ടറ്റത്തും കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും സൈഡിൽ ഒരാൾ നിർത്തിയാൽ മുഅദ്ദിൻ്റെ സ്ഥാനം അല്പം മാറും.
അങ്ങനെ മുഅദ്ദിൻ്റെ സ്ഥാനം അല്പം മാറുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നുള്ളതാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഇഖാമത്ത് കൊടുക്കുന്ന ആളെ, അത് മുഅദ്ദിന് ഇമാമിൻ്റെ നേരെ പുറകിൽ തന്നെ നിൽക്കണം എന്നൊരു നിയമമല്ല. എവിടെയാണ് സൗകര്യമുള്ളത് അവിടെ നിൽക്കാം. മുഅദ്ദിന് പള്ളിയിൽ ആദ്യം വരുന്നു, അതുകൊണ്ട് ഇമാമിൻ്റെ നേരെ പുറകിൽ നിൽക്കുന്നു എന്നുള്ള മാത്രമാണുള്ളത്. അല്ലാതെ അങ്ങനെ നിൽക്കണമെന്ന ഒരു നിയമമോ അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നോ അതിലൊരു നിയമമല്ല. ഈ മുഅദ്ദിന് ഇപ്പോൾ ഒരാൾ ഇമാമിൻ്റെ നേരെ പുറകിൽ ഒരാൾ വന്ന് നിന്നു എങ്കിൽ അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം, അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇമാമിൻ്റെ പുറകിൽ തന്നെ ഇമാമിൻ്റെ നേരെ പുറകിൽ നിൽക്കേണ്ടത് ശരിക്ക് ഇമാമിന് നിസ്കാരത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഉളുമുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇമാമിന് പകരം നിൽക്കാൻ യോഗ്യനായ ഖിറാഅത്ത് ഖുർആൻ അറിയുന്ന ഒരു വിവരമുള്ള ആളാണ് ശരിക്കും ഇമാമിൻ്റെ പുറകിൽ നിൽക്കേണ്ടത്. അല്ലാതെ അവിടെ മുഅദ്ദിൻ നിൽക്കുക എന്നുള്ളത് അതൊരു നിയമമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, രാത്രിയിലെ വിത്തർ നമസ്കാരത്തിൽ 5 റക്അത്തും 7 റക്അത്തും ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ എല്ലാ റക്അത്തിലും ഫാത്തിഹയുടെ കൂടെ സൂറത്ത് ഓതേണ്ടതുണ്ടോ, അതോ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രം ഓതിയാൽ മതിയോ? ഈ 2 റക്അത്തെ നമസ്കരിക്കുകയാണോ വേണ്ടത് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ 9 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. 8 റക്അത്തിൽ ഇരുന്ന് സലാം വീട്ടിയതായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള നിസ്കാരമായാലും അതല്ല ഈ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതുണ്ട്. അതാണ് സുന്നത്ത്. 8 റക്അത്താണെങ്കിലും അതിൽ 8ലും ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. എന്നാൽ അതിൽ രാത്രി നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സലാത്തുൽ ലൈലി മഥന മഥന എന്നാണ്. രാത്രിയിലെ നിസ്കാരം ഈ രണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഈ രണ്ട് നിസ്കരിക്കൽ തന്നെയാണ്. എങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ അൽ ഇജാബ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉത്തരങ്ങൾ നൽകാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായി വരാം. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.